തൃശൂർ ജില്ലയ്ക്ക് 77-ാം പിറന്നാൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വികസന സാധ്യതകളിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ നാട്. ചെണ്ടപ്പുറത്ത് കോലുവീഴുന്ന ഇടങ്ങളിലെല്ലാം ആവേശ സമുദ്രത്തിൽ ആൾത്തിര ആഞ്ഞടിക്കുന്ന നാട്. ലോകം മുഴുവൻ കണ്ണയക്കുന്ന തൃശൂർ പൂരത്തിന്റെ പേരും പെരുമയും കൊണ്ട് പുകൾപ്പെട്ട ശക്തന്റെ തട്ടകം. പുലികളുടെ രൗദ്രഭാവങ്ങൾ കടുംചായം പൂശുന്ന കുമ്മാട്ടിക്കൂട്ടങ്ങളുടെ ഉത്സവതാളം കേൾക്കുന്ന മണ്ണ്. 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന സാംസ്കാരിക പാരമ്പര്യം തൊങ്ങൽ ചാർത്തുന്ന ഭൂപ്രദേശം. മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിലെ സമുദ്ര കവാടം വാതിൽ തുറന്നിരുന്നത് ഭാരതമെന്ന രാജ്യത്തേക്ക് കൂടിയായിരുന്നു. AD 52 തോമാശ്ലീഹ ആ മണ്ണിൽ കാലുകുത്തുമ്പോൾ ക്രിസ്തുമതം യൂറോപ്പിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ ഹൈന്ദവ വേദധാരയും ബുദ്ധമതവും ഈ മണ്ണിൽ വേരുറപ്പിച്ചിരുന്നു. ഇസ്ലാം മതവും ജൂതമതവും ഇന്ത്യയിലേക്ക് കാലെടുത്തു വെച്ചതും ഈ കവാടം തുറന്നാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയവും ക്രിസ്ത്യൻ ദേവാലയവും സ്ഥാപിക്കപ്പെട്ടതും ഇവിടെ തന്നെ. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന് ആധുനിക മുഖം നൽകിയത്. വൃത്താകൃതിയിലുള്ള നഗരകേന്ദ്രവും തൃശൂർ പൂരവുമെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1949 ജൂലൈ 1 തൃശൂർ ജില്ല നിലവിൽ വന്നത്. 1956 കേരളപ്പിറവിക്ക് ശേഷം ജില്ലയ്ക്ക് ചില മാറ്റങ്ങളുണ്ടായി. അന്ന് തൃശൂരിൽപ്പെട്ടിരുന്ന ചിറ്റൂർ താലൂക്ക് പാലക്കാട് ജില്ലയോട് ചേർത്തു. പഴയ മലബാർ പ്രദേശമായിരുന്ന ചാവക്കാട് ഉൾപ്പെടുന്ന പൊന്നാനി താലൂക്കിന്റെ ചില ഭാഗങ്ങൾ തൃശൂരിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റത്തു നിന്നും ഏകദേശം ഒരേ ദൂരത്തിൽ സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എന്നതാണ് തൃശൂരിന്റെ ഏറ്റവും വലിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. വിസ്തൃതമായ വനഭൂമികളും മലനിരകളും ജലസമൃദ്ധമായ നദികളും ഇടനാടൻ സമതലങ്ങളും മനോഹരമായ കടൽത്തീരങ്ങളും കൊണ്ട് സമ്മിശ്രമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ജില്ല വൻ വികസന സാധ്യതകളിലേക്കാണ് വാതിൽ തുറക്കുന്നത്. ആ പ്രതീക്ഷകളുടെ ചിറകിലേറി പുതുവഴികളിലേക്ക് കാൽവയ്ക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ന്യൂസ് ഡെസ്ക് TCV.